പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് വേറൊരു ലേക്കാണ്. ഗരുഡാചലപ്പളയ ലേക്കാണ് ബാംഗ്ലൂരിലുള്ള. അതിൻ്റെ ആ തടാകത്തിൻ്റെ ചുറ്റുമുള്ള വഴിയാണ് അത്. മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ഇന്നലെ നമ്മൾ പരിചയപ്പെടുത്തിയ അതേ ലേക്കിൻ്റെ ഒരു വേറൊരു വെറൈറ്റിയാണിത്. വെറൈറ്റി അപ്പോൾ വേണ്ട കുറച്ചും കൂടി ഒരു ഇത് അത്ര വിസ്താരമല്ല എങ്കിലും വേറൊരു എന്താ പറയുക, കാണാൻ ഒരു ഇമ്പുള്ള ഒരു ലേക്ക് തന്നെയാണിത്. ഗരുഡാചലപ്പളയ ലേക്ക് മിനി പാർക്കാണ് കേട്ടോ, സൗജന്യമാണ്. നമ്മളെ ബാംഗ്ലൂരിൽ ഗരുഡാചലപ്പളയ പിന്നെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടന്നാൽ മതി ഇങ്ങോട്ടെത്താൻ. അടിപൊളി സ്ഥലം, കാണേണ്ട സംഗതി തന്നെയാണ്. വൈകുന്നേരമൊക്കെ നല്ല സഞ്ചാരികളുണ്ടാവും. ഇപ്പോൾ കുറച്ച് ആൾക്കാർ കുറവാണ്. അപ്പോൾ ഗരുഡാചലപ്പളയ ലേക്കിൻ്റെ പുതിയ വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ബാംഗ്ലൂരിലെ ഗരുഡാചലപ്പളയ ലേക്ക് ചെറിയ ലേക്കാണെങ്കിലും ഒന്ന് ചുറ്റിക്കറങ്ങുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നത് 1 കിലോമീറ്ററിലധികം ഉണ്ടോ ഒരു സംശയമുണ്ട്. 1.5 ഉണ്ടാവും. വെറൈറ്റിയാണ്. അങ്ങിങ്ങായിട്ട് സഞ്ചാരികൾ എത്തിത്തുടങ്ങുന്നുള്ളൂ. ഇപ്പോൾ രാവിലെ 10 മണി ആയതുള്ളൂ. ഓപ്പണിംഗ് ടൈമാണ്. ഉച്ച കഴിഞ്ഞാൽ നല്ല ആളുണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ മറു സൈഡ് ഒരു റോഡാണ്, ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. ഒരുപാട് വാഹനങ്ങളുടെ പാർട്സ് അത് ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ലേക്ക് മെയിനായിട്ട് ഇവിടെ ഇവർ ഉപയോഗപ്പെടുത്തുന്നവരെ നഗരത്തിലുള്ള ജലസേചനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ് മെയിനായിട്ട് ഇതിൻ്റെ ലക്ഷ്യം എന്നാണ് നമുക്ക് സംസാരിച്ചപ്പോൾ മനസ്സിലായത്. വളരെ മനോഹരമായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു വസ്തു തന്നെയാണ്. പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ മറ്റു ചപ്പ് ചവറ് മാലിന്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ നിക്ഷേപിക്കാതെ. കണ്ടോ ലേക്കിൻ്റെ ഇത് കണ്ടാൽ തന്നെ അറിയാം നമുക്ക്. ഇത്രയും വൃത്തിയായിട്ട്, ഇത്രയും ഒരു മഹാനഗരത്തിൽ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ വന്നിട്ട് ഇത്രയും വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ കൂടുതൽ ലേക്കിൻ്റെ വിശേഷങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോകളിൽ ഇനിയും വരുന്നതായിരിക്കും. പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്നുണ്ട് അറിയുന്നു. പിന്നെ മരങ്ങൾ, ഏതൊക്കെ മരങ്ങളെ പേര് അറിയില്ല, പക്ഷേ ഇതൊന്നും നശിപ്പിക്കാതെ ഒറ്റൊന്നും വെട്ടാതെ അതിനെ അതുപോലെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു വികസനം, ഒരു ടൂറിസം, ഒരു കാഴ്ചപ്പാടാണ്. നേച്ചർ അതുപോലെ നിലനിർത്തിയുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലൊക്കെ അനുവർത്തിക്കാവുന്ന ഒരു സംഗതി തന്നെയാണ്. പക്ഷെ നമ്മൾ ചപ്പ് ചവറൊക്കെ വലിച്ചെറിഞ്ഞ് കണ്ട മരങ്ങളൊക്കെ വെട്ടുന്ന ഒരു രീതിക്ക് പകരം ഇവിടെ മരങ്ങൾ എങ്ങനെ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അധികം ചൂടൊന്നുമില്ല, നല്ല ഒരു കാലാവസ്ഥയാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഇത്രയും വലിയ ഒരു സിറ്റി ആയിട്ട് പോലും മരങ്ങൾ ഒക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ ഭംഗിയായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ഒരു കുറ്റിച്ചെടി പോലുള്ള ഒരു ബുഷ് പോലുള്ള വേറൊരു ചെടിയാണിത്. നമ്മളെ തേയിലൻ്റെ ഒക്കെ മാതിരിയുള്ള ചെറിയൊരു ഇലകളൊക്കെ ഉണ്ടായിട്ട് 2 സൈഡിലും ഇഷ്ടം പോണതുണ്ട്. സഞ്ചാരികൾ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരാളുണ്ട്, ഡ്രൈവറാണോ പോലീസാണോ അറിയില്ല, സൈഡിലിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് കാഴ്ചകൾ തന്നെയാണ് ഈ മെട്രോപൊളിറ്റൻ നഗരം നമുക്ക് കാഴ്ചവെക്കുന്നതാണ്. ഇതൊരു തരം ഒരു പന പോലുള്ളൊരു ടൈം. അങ്ങനെ ചെറിയ ചെറിയ കായ്കളുണ്ട്. ഇതാണ് ലേക്കിൻ്റെ മറ്റൊരു സൈഡാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഒരു കൊക്കിനെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ. കൊക്കൊക്കെ നമ്മളവിടെയുള്ള അതേ ഐറ്റം കൊക്ക് തന്നെയാണ്. പിന്നെ ഇങ്ങനെ നീന്തി കിടക്കുന്ന എന്തോ ഒരു ജീവിയുണ്ട്. താറാവിൻ്റെ പോലുള്ള ചെറിയൊരു ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ പേരെനിക്കറിയില്ല. ചെറിയ താറാവ് കുഞ്ഞുങ്ങളെ പോലെ, കാട്ടു താറാവ് എന്ന് എന്തോ പറയും. അതിൻ്റെ ഒരു പേരുണ്ട്, അറിയില്ല. നമുക്ക് നിങ്ങൾ നെറ്റിലടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും അത്. അപ്പോൾ ഗരുഡാചലപ്പളയ ലേക്കിൻ്റെ വിവിധ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വളരെ തിരക്ക് പിടിച്ചൊരു നഗരത്തിൻ്റെ ഉള്ളിൽ എന്നൊക്കെ പറയാം. നമ്മൾ കൊച്ചിയിലൊക്കെ ഉണ്ടല്ലോ മംഗളവനം, കൊച്ചി ഹൈക്കോടതിൻ്റെ ബാക്കിലായിട്ട്, അതുപോലെ അതിലേറെ എത്രയോ വലിയൊരു നഗരത്തിൻ്റെ ആ ഒരു നഗരത്തിൻ്റെ ഉള്ളിലായിട്ടാണിത് സ്ഥിതി ചെയ്യുന്നതെന്നുള്ളതാണ്. ഇവിടെ ഇരിപ്പിടങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതി കേട്ടോ. വൈകുന്നേരമൊക്കെ ഇവിടെ ഭയങ്കര ജനങ്ങളായിരിക്കും. അപ്പോൾ നമ്മളെ സൗകര്യം അനുസരിച്ച് നമ്മൾ വരുന്നതാണ്. അപ്പോൾ കൂടുതൽ ഇതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ തന്നെ 4 മിനിറ്റായി. അത് വളരെ രസം തോന്നുന്ന ഒരു വസ്തുത, ഒരു കൗതുകം. ഇവിടെ നമുക്ക് മാതൃകയാക്കേണ്ട ഒരുപാട് വസ്തുതകളുണ്ട്.
ശരിക്കും ഇവിടെ ഈ നഗരവൽക്കരണം എത്ര തന്നെ വ്യാപിപ്പിക്കുമ്പോഴും തന്നെ വേണ്ട മുളകൾ ആ മഞ്ഞ നിറത്തുള്ള ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള മുളകൾ തന്നെയാണ്, അതേ ഐറ്റം തന്നെയാണ് തോന്നുന്നുണ്ട്, അതേ വർഗ്ഗമാണ് തോന്നുന്നുണ്ട്. എന്ത് മനോഹരമായിട്ടാണെന്ന് അറിയാം ഇത് സംവിധാനങ്ങൾ വരുന്നത്. ഗരുഡാചല പഴയ പാർക്കിൻ്റെ വിവിധ ദൃശ്യങ്ങളാണ്. ഇത് മറ്റൊരു എൻട്രൻസ് ആണ്, ഇതിലെ പുറത്തേക്ക് പോകാൻ തോന്നുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഉള്ള മറ്റൊരു എൻട്രൻസ് ആണ് ഈ കാണുന്നത്. എവിടേക്കാണ് എത്തുക എന്നുള്ള അറിയില്ല. ഇവിടെ ഒരു പ്രതിമ പോലെ ഒരു സാധനമുണ്ട്. അങ്ങനെ സഞ്ചാരികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ചിലർ വെയിൽ കൊള്ളാൻ വേണ്ടി ഒരു സാഹിബ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ വേറൊരു വശമാണ് കേട്ടോ കാണുന്നത്, ഗരുഡാചല പഴയ ലേക്ക്. നമ്മൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണാം ഈ സാധനം. വളരെ മനോഹരമായിട്ട് തന്നെ സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നൊരു ഇതാണ് ലേക്ക്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളാണ് നമുക്ക് മറ്റ് ലേക്ക് പരിചയപ്പെടുത്താനുണ്ട്. അതോടൊപ്പം ഇതിൻ്റെ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് അങ്ങനെ ചുറ്റി വരികയാണ് കേട്ടോ. കുറച്ച് ഇതുണ്ട്, ഇത് നടക്കാൻ മാത്രമുണ്ട്. സഞ്ചാരികൾ അവിടെയും ഇവിടെയൊക്കെ അങ്ങനെ 2 ആളായിട്ടും 3 ആളായിട്ടും 5 ആളായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. വൈകുന്നേരമായ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വൈകിട്ടുള്ള സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരിക എന്നുള്ളതാണ്. ഇവിടെ എപ്പോഴൊരു ഇപ്പം ജനുവരി 1 ആണ്, നല്ല തണുത്ത സീസണാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വൈകിട്ട് തന്നെയാണ് ആളുകൾ നേരത്തെ പറഞ്ഞാൽ കൂടുതൽ വരിക. ഗരുഡാചല പഴയ ലേക്ക്, ഇതിൻ്റെ എത്ര ഏക്കറുണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ബോർഡിൽ കൃത്യമായിട്ട് നമ്മളെ വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും. ലേക്കിൻ്റെ എത്ര ഏക്കറാണ്, എത്ര വിസ്തീർണമാണ്, ഇത് എന്നാണ് ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് എന്നുള്ള ഇത്യാദി വിവരങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് തീർച്ചയായിട്ടും ഒരു എന്താ പറയുക അതിൻ്റെ ഒരു സംഗതി ഇതിൽ നമ്മൾ വീഡിയോയിൽ കൊടുക്കും. അപ്പോൾ ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്ന് പറയേണ്ടതില്ലല്ലോ. ലേക്കിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറൊരു സൈഡാണ് കേട്ടോ ഇപ്പോൾ കാണുന്ന ലേക്ക്. അപ്പോൾ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വരികയാണ്. ഇവിടെ ഏകദേശം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഈ ചുറ്റും ഇതേ ചെടികളാണ് കേട്ടോ. ഇവിടുത്തെ പാർക്കുകളിൽ എല്ലാ സ്ഥലത്തും ഒരേ ചെടികളല്ല എന്നുള്ള പ്രത്യേകത. വളരെ വൈവിധ്യങ്ങളായിട്ടുള്ള ചെടികൾ, വ്യത്യസ്തമായിട്ടുള്ള മരങ്ങളൊക്കെ പല പാർക്കുകളും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കാണപ്പെടുന്നത്. ഇന്നലെ ഇപ്പോൾ ഒരു പാർക്ക് കണ്ടപ്പോൾ നേരത്തെ പറഞ്ഞാൽ താറാവ് കുഞ്ഞുങ്ങളെ പോലുള്ള ഒരു പക്ഷികളുണ്ടല്ലോ, അത് അവിടെയുണ്ട്. കൊക്കും കാര്യങ്ങളൊക്കെ സാധാരണ. പിന്നെ അതുപോലെ കാട്ടുകോഴി പറഞ്ഞാൽ മറ്റേ ഇതുണ്ടല്ലോ, എന്താ പറയുക, കുളക്കോഴി ആ സാധനമൊക്കെ അവിടെയുണ്ട്. പക്ഷേ ഈ മരങ്ങൾ വൈവിധ്യമാണ്. അവിടെയുള്ള ജീവികളുടെ എത്രമാത്രം വൈവിധ്യം ഉണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല. എന്നാലും ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇവിടുത്തെ ഒരു ആകർഷണം ഒരു സൈഡ് മുളകളാണ് അധികം. പിന്നെ വേറെ പേരറിയാത്ത കുറേ വാഗ പോലുള്ള ബദം എന്നൊക്കെ പറയുന്ന സാധാരണ പോലുള്ളൊരു തരം മരങ്ങൾ കാണുന്നുണ്ട്. പിന്നെ കല്ലുകൊണ്ട് ഇങ്ങനെ ഒരു നിർമ്മിതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കല്ലിൽ തീർത്ത സ്ക്വയർ ടൈപ്പിൽ പൂമരങ്ങൾ. വ്യത്യസ്തമായിട്ടുള്ള ഒരേ മരങ്ങളല്ല എന്നുള്ളതാണ്. ഇവിടെ ചെറിയൊരു ഉദ്യാനം പോലെ ഇതിലങ്ങോട്ടുണ്ട്. ഇതിപ്പോൾ എന്താണെന്ന് പോയി നോക്കാം. ഇത് ഇവിടെ എത്തുള്ളൂ. അപ്പം ഇങ്ങനെ കൊണ്ട് വന്നിട്ട് പിന്നെ അതിൻ്റെ താഴെ കൂടെ ഒരു സ്ലാബ് ഇട്ടിട്ട് ഇതിലാണ് ഇതൊരു വെള്ളത്തിൻ്റെ പാസേജ് എന്നാണ് മനസ്സിലാകുന്നത്. കണ്ടോ, ഇതിലെ വെള്ളം ഓവർഫ്ലോ ഉണ്ടാകുമ്പോൾ ഇതിൽ ഒഴുക്കി വിടാറാണെന്ന് തോന്നുന്നത്, ഒഴുകി പോകുന്നതാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ വന്ന സ്ഥലത്ത് വീഡിയോ വൈൻഡ് ഇപ്പോൾ ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഇതിൻ്റെ എൻട്രൻസ് ആണ് കാണുന്നത്. നമുക്ക് ഇതിൻ്റെ ബോർഡ് ഒന്നും കൂടി കാണിച്ചു തരാം. ഇത് മോർണിംഗ് 5 AM to 9 AM ലേക്ക് വിസിറ്റിംഗ് ഹവേഴ്സ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാ ബൃഹത് ബാംഗ്ലൂരു മഹാനഗര പാലിക ഗരുഡാചലപാളയ ലേക്ക് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സംഗതികളൊക്കെ. അപ്പോൾ പിന്നെ സ്മോക്കിങ്, ആൽക്കഹോൾ ഇതൊക്കെ പാടില്ല എന്നുള്ളതൊക്കെ കൃത്യമായിട്ടുള്ള വിവരണങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പ്രേക്ഷകർക്ക് ഉണ്ടാവും. ഇതിൻ്റെ മേൽക്കൂടെ ഒരു ചെടിയൊക്കെ വളർന്ന് ആകെ കുത്തമിട്ടിട്ടുണ്ട്. എന്താ വെട്ടാൻ ആൾ വന്നിട്ടില്ല എന്നാണ്. ഏതായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഏതായാലും പുതിയ വീഡിയോവുമായി മറ്റൊരു വീഡിയോയുമായി നമുക്ക് തീർച്ചയായിട്ടും വീണ്ടും കാണാം. നമസ്കാരം.